ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ ഇടുകയാണ്. ഇപ്പോൾ നോമ്പിൻ്റെ മുന്നോടിയായുള്ള നനച്ചുള്ളി പണിയൊക്കെ വരികയാണ്. അതിൻ്റെയൊക്കെ തിരക്കിലായിപ്പോയി. അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ഒരു എഗ്ഗ് സ്റ്റീം ചെയ്യണ ഒരു സ്റ്റീമറിൽ എഗ്ഗ് സ്റ്റീം ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 5-6 മുട്ട സ്റ്റീം ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഏത് വീട്ടമ്മമാർക്കും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ നല്ല പെട്ടെന്ന് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. യൂട്യൂബ് ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എഗ് സ്റ്റീമറിൽ പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എഗ്ഗ് സ്റ്റീം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 സവാള, 3 തക്കാളി, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോളാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കറണ്ടിൻ്റെ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു. ഞാനിതിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. സവാളയും പച്ചമുളകും ഞാനിട്ടു. സവാളയും പച്ചമുളകും ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിൽ എനിക്ക് കുറച്ച് എരിവ് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ, ഒരു 2 എണ്ണം കൂടെ. എന്നിട്ട് ഉപ്പിട്ടുകൊണ്ട് നല്ലോണം ഞാൻ വഴറ്റിക്കണു. നല്ലോണം വഴറ്റിയതിന് ശേഷം എന്നിട്ട് ഞാൻ വീണ്ടും പച്ചമുളക് യൂസ് ചെയ്തെടുക്കണു. അത് നിങ്ങളെ എരിക്കനുസരിച്ചും എല്ലാത്തിനും അനുസരിച്ച് അത് നിങ്ങളുടെ ടേസ്റ്റിലാക്കി കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് എരിവ് കൂട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി 2 പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുക്കണു. വീണ്ടും ഈ പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഞാൻ ഇതുപോലെ ഒരു ഡബ്ബയിലാക്കി ഫ്രീസറിൽ വെക്കലാണ് കേട്ടോ. ഫ്രീസ് ചെയ്ത് വെക്കലാണ്. ആവശ്യം ഉണ്ടാവുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ പുറത്തെടുത്ത് വെക്കും. അപ്പോൾ ഞാനിതാ അവിടെ ഒരു 1/2 ടീസ്പൂണ് ഞാൻ ഇതാക്കിക്കണു. ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണത്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കുത്തണ പോലെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത്. നമ്മളെ കയ്യിലുള്ളത് എന്താണോ അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത്. അല്ലാതെ അഡീഷണലായിട്ട് പൊടികളൊന്നും ആഡ് ചെയ്യണില്ല. പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഇടുന്നതായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അത് ഓപ്ഷണലാണ്. ഞാൻ ചില ടൈമിൽ ഞാനതൊന്നും യൂസ് ചെയ്യലില്ല. ഇപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ 3 തക്കാളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഉപ്പ് നിങ്ങളതിനനുസരിച്ച് ആക്കി കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 6 മുട്ട ഞാനിവിടെ സ്റ്റീം ചെയ്ത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടിയൊക്കെ നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം ഞാൻ എഗ്ഗ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിൽ മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതും ഓപ്ഷണലാട്ടോ. ചില ആൾക്കാർക്ക് മല്ലിച്ചപ്പിൻ്റെ ആ ഒരു ചുവ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളതിനനുസരിച്ച് ചെയ്താൽ. അപ്പോൾ ഇനി നമ്മൾ എഗ് റോളിനില്ലേ, റോള് ചെയ്യാനുള്ള ദോശക്ക് ബാറ്റർ ഇതാക്കണം. അപ്പോൾ ഞാനൊരു 3 കയ്യിലൊക്കെ ആയിട്ട് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സീൻ്റെ ജാറിലോട്ട്. കുറച്ച് കോൺഫ്ലവറും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ ഓപ്ഷണലാണ്, വേണ്ടവർക്ക് യൂസ് ചെയ്യുക. ഞാനത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി കണ്ടാണ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു പിഞ്ച് കുരുമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട്. അതും ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഓപ്ഷണലാണ്. അതിൻ്റെ ചുവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ നല്ല ദോശ ബാറ്റർ പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ബാറ്റർ പോലെ അരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അത് ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ ദോശ ചുടുന്ന പോലെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. കുറച്ച് നേരം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതാ ഞാനിതുപോലെ ദോശ ചുടുന്ന പോലെ നമ്മൾ ചുട്ടെടുത്തു. ഇതിലാണ് കേട്ടോ നമ്മൾ മസാല റോൾ ചെയ്യണത്. അപ്പോൾ ഇതാ മസാല റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും അതുപോലെ ഞാൻ മൈദൻ്റെ പശയാണ് ചുറ്റോറം ആക്കി കൊടുക്കണം കേട്ടോ. അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എഗ്ഗും വേണം. നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ എടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് എണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഒരു വട്ടം ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അതായത് എഗ്ഗ് റോൾ ചെയ്യണതൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് നല്ലോണം ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ പൊട്ടും, പക്ഷേ അത് നമ്മൾ ബ്രെഡ് ക്രംസിലും ഇതിലുമായിട്ട് മുക്കിയെടുക്കുമ്പോൾ അത് ശരിയാവും കേട്ടോ. അത് ഫ്രൈ ആയി വരുമ്പോൾ അത് ശരിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതാ ഞാൻ ഇതുപോലെയാണ് റോൾ ചെയ്യണത്. 2 സൈഡ് റോൾ ചെയ്തിട്ട് അത് പശ ആക്കി കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി, നിങ്ങളത് ശരിയായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അറിയിക്കുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുക്കണേ. പെട്ടെന്നുണ്ട് കേട്ടോ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഒരു ഈസി റെസിപ്പി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മാക്സിമം ട്രൈ ചെയ്യുക എല്ലാവരും. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് റിസൾട്ട് അറിയിക്കണേ. ഇപ്പം നോമ്പൊക്കെ വരികയല്ലേ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. നല്ല എണ്ണക്കടികൾ നമ്മൾ നോമ്പാവുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാക്കിയാലും അത് വരാത്തൊരു സമയമാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ റെസിപ്പി ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ വിശേഷങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാൻ എഗ്ഗിൽ ആദ്യം അപ്പോൾ ഞാനിത് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ സാധാ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണ പോലെ ഭയങ്കര ഈസി ആട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ എണ്ണയിലോട്ട് നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കണ മാതിരി കേട്ടോ ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.